ഓക്കെ ഹലോ. ഓക്കെ ഓക്കെ. ഓക്കെ ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ റിപ്ലൈ തരണം കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണാമോടാ? സ്ക്രീൻ കാണാമോ? ഹലോ. കാണാം. കാണാലോ. ഓക്കെ. ഇന്ന് ഞാൻ ആക്ച്വലി ഇത് എന്റെ നോട്ടാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എന്താ ഈ നോട്ട് എന്തായാലും ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോ എന്താ ഇത് കാണാൻ പറ്റാത്ത ആളുകൾക്ക് ആ സമയം കുറച്ചും കൂടെ വായിക്കാൻ പറ്റും. ഞാൻ നെക്സ്റ്റ് നോട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി തയ്യാറാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ആണ്. അതായത് പരിസ്ഥിതി അവബോധം. എന്തുവാണ് ഈ പരിസ്ഥിതി അവബോധം, അല്ലെങ്കിൽ എന്തുവാണ് ഈ എൻവയോൺമെന്റൽ അവയർനെസ്? ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. നോക്കാണ്ട് പറയണം. അതിലൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാത്തത് പറയും. എന്തോന്നാണ് പരിസ്ഥിതി അവബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പറ. പരിസ്ഥിതി നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക. പിന്നെ പ്ലാസ്റ്റിക്കുകൾ റോഡ് സൈഡും അതിലും എവിടെയൊന്നും ഇടാതിരിക്കുക. പിന്നെ തുപ്പാതിരിക്കുക. ഓക്കെ. അപ്പൊ താങ്ക് യു എടാ. സംഭവം എന്ന് വെച്ചാൽ പരിസ്ഥിതി അവബോധം എന്ന് പറയുമ്പോഴത്തേന് ലൈക്ക് നമ്മുടെ പരിസ്ഥിതിനെ, ഇയാള് പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മുടെ പരിസ്ഥിതിനെ നല്ല രീതിയിൽ സൂക്ഷിക്കണം. നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോവാം എന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്നത്, നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. ഓക്കെ. അപ്പോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഒന്നാമത്തെ എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി നശീകരണം. പരിസ്ഥിതിയിലെ നശീകരണം, അതാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുവാണ് ഈ പരിസ്ഥിതി നശീകരണം? നിങ്ങൾ പറഞ്ഞ കേക്കട്ടെ. എന്തുവാണ് ഈ പരിസ്ഥിതി നശീകരണം? എല്ലാവർക്കും പറയാം കേട്ടോ. പ്ലാസ്റ്റിക് കത്തിക്കൽ. പ്ലാസ്റ്റിക് കത്തിക്കൽ. അടിപൊളി. അടുത്തത് പറയട്ടെ. മരം മുറിക്കുന്നത് അതിനകത്ത് വരുവോ? മരം മുറിക്കുന്നത് വരുവാടാ. പിന്നെ പറയട്ടെ. പോട്ടെ, എല്ലാം വരും. പരിസ്ഥിതി നശീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ ഈ പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെ ചൂഷണം ചെയ്ത് ഓരോന്ന്, ഇപ്പം മരം മുറിക്കുന്നതായാലും ശരി, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന കാര്യങ്ങളായാലും ശരി, അതേപോലെ തന്നെ ജനസംഖ്യ കൂടുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു പരിസ്ഥിതി എന്ന് പറയുമ്പോൾ എങ്ങനെ നശീകരണം നശിച്ചുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യ കൂടുമ്പോൾ എങ്ങനെയാണ് നശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒരു 100 പേര് കൂടുമ്പോൾ 100 പേരുടെ ആവശ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ റിസോഴ്സസ് വളരെ കുറവാണ്. അതായത് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ വളരെ കുറവാണ്. പക്ഷെ ആളുകളുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് പ്രകൃതിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പ്രകൃതി നശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പ്രകൃതി നശീകരണം അല്ലെങ്കിൽ പരിസ്ഥിതി നശീകരണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, മനുഷ്യന്റെ കടന്നുകയറ്റം, മനുഷ്യൻ ഓവറായിട്ട് പ്രകൃതിയിൽ നിന്ന് ഓരോന്നും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതി നശിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ജനസംഖ്യയുടെ വർധന പറയാം, പിന്നെ അതേപോലെ തന്നെ മരങ്ങൾ മുറിക്കുന്നത് പറയാം, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് പറയാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. നമ്മൾ എക്സാം എഴുതുന്ന സമയത്തും അവർക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ മനസ്സിലായത്, ആ ഒരു സംഭവമാണ് അവർക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ അത്ര എഴുതിയാലും മതി. എടോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഓടകളിൽ കൂടെ വെള്ളം ഒഴുകുന്നത്, കുപ്പികൾ വലിച്ചെറിയുന്നത്, വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഓരോരോ സ്ഥലങ്ങളിൽ കൂട്ടിയിടുന്നത്, വേസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാലും വേസ്റ്റ് കൊണ്ടിടുന്നതൊക്കെ. ഓക്കെ. ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ
ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ നമുക്കത് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യുമ്പോഴത്തേന് ആ സമയത്ത് അവർക്ക് എക്സാം എഴുതുന്ന സമയത്ത് അവർക്കും കൂടി ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇതുവരെ ഉള്ളത് ക്ലിയർ അല്ലേടാ? എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ക്ലിയർ അല്ലേടാ? പറ പിള്ളേരെ. ഓക്കെ അല്ലേ? വെരി ഗുഡ്. ഓക്കേടാ, ഓക്കെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എൻവയോൺമെന്റൽ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ പരിസ്ഥിതി അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ പരിസ്ഥിതി അനുഭവിക്കുന്നത്? പറഞ്ഞ കേക്കട്ടെ. നമ്മുടെ എൻവയോൺമെന്റൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പറ കേക്കട്ടെ. മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നു. ശരിയാണ്, മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നത്. പിന്നെ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ. ഗുഡ്. വെരി ഗുഡ്. നെക്സ്റ്റ് പോരട്ടെ. വയൽ നികത്തല്. എന്തോന്നടാ? വാട്ടർ പൊല്യൂഷൻ. വയൽ നികത്തല്, വാട്ടർ പൊല്യൂഷൻ. പോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങളെ റെസ്പോൺസിനൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്രകൃതി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തോന്നൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മണ്ണ്, നമ്മുടെ മണ്ണ്, അതേപോലെ തന്നെ വായു, അതേപോലെ തന്നെ വെള്ളം. ഈ 3 ഫാക്ടറിലും എന്താണ് മലിനീകരണം സംഭവിക്കുന്നത്. മണ്ണ് എങ്ങനെയാണ് മലിനീകരണപ്പെടുന്നത്? പറഞ്ഞേ കേക്കട്ടെ. നമ്മുടെ മണ്ണ് എങ്ങനെയാണ് മലിനീകരണപ്പെടുന്നത്? പറയടാ. നമുക്ക് പ്ലാസ്റ്റിക് കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ. മണ്ണില് നമുക്ക് ഈ കീടനാശിനികള് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴും മണ്ണ് മലിനീകരിക്കപ്പെടാറുണ്ട്. അതേപോലെ പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മുടെ മണ്ണിനെ ലയിക്കത്തില്ല. അപ്പൊ അത് മണ്ണിലോട്ട് നമ്മൾ വലിച്ചെറിയുന്ന സമയത്ത് നമ്മുടെ മണ്ണ് മലിനാവാറുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വായുവിലേക്ക് പോവാം. വായു എങ്ങനെയൊക്കെ മലിനീകരണപ്പെടുന്നുണ്ട് പറഞ്ഞേ. പുക കൊണ്ടിട്ട് പിന്നെ വാഹനങ്ങളിൽ തന്നെ വാഹനങ്ങളുടെ പുക. പറയട്ടെ, പോട്ടെ. ഫാക്ടറികളിൽ നിന്നും പുറപ്പെടുന്ന പുക. അങ്ങനെ 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 എന്താണ് നമ്മുടെ വായു മലിനീകരണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത് വെള്ളം എങ്ങനെയാണ് മലിനീകരണപ്പെടുന്നത്? വെള്ളം പോയാ അത് തന്നെ. ഈ നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്നൊക്കെ വിടുന്ന മറ്റേ ഈ വേസ്റ്റ് കാര്യങ്ങൾ ഓടയില്ലേ, അത് നേരെ പോകുന്നത് ഈ ഒരു നമ്മുടെ പുഴകളിലേക്കും അങ്ങോട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കും കുപ്പികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ആ വെള്ളത്തിന്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോയെ ബാധിക്കും, ആ ഒഴുക്കിനെ ബാധിക്കും. അപ്പൊ അത് തടസ്സമായിട്ട് നിന്നിട്ട് അഴുക്കുകൾ കെട്ടി നിന്ന് അങ്ങനെ എങ്ങനെ 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 വെള്ളവും കാര്യങ്ങളും മലിനാവുന്നു. മനസ്സിലായോടാ? മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ, സെറ്റ്. അപ്പൊ സെറ്റ് ആയാലോ? ഇനി രണ്ടാമത് വരുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ജനസംഖ്യയുടെ പെരുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു 5 പേരുള്ള സ്ഥലത്ത് ഒരു 10 പേരാവുമ്പോ ഈ 10 പേരുടെ ആവശ്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഡിഫറെന്റ് അനുസരിച്ച് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പൊ വാഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്രോൾ എന്ന് പറഞ്ഞ സാധനം നമ്മളിങ്ങനെ വീണ്ടും ഭൂമിയിൽ നിന്ന് കുഴിച്ചാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇത് കൂടും. അപ്പം അത്രയും ആളുകൾക്ക് വേണ്ട വെള്ളം, അത്രയും ആളുകൾക്ക് വേണ്ട ആഹാരം എല്ലാം നമ്മളിങ്ങനെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കൊടുക്കുന്നത് വഴി എന്താണ്, ഒന്നാമതേ നമ്മുടെ പ്രകൃതിയിൽ ഒന്നുമില്ല. അപ്പൊ അത് ഒന്നും ഇല്ലാത്തടത്തു നിന്നാണ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താണ് അത് വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു നശീകരണത്തിലേക്ക് പോകും. അതാണ് നമ്മുടെ ജനസംഖ്യയുടെ പെരുപ്പം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണുള്ളത്, ആളുകളുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. മനസ്സിലായോടാ? പോയാ? ഹലോ, കേൾക്കാമോ? ഓക്കെ. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നഗരവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക് മൈഗ്രേഷൻ ചെയ്യും. മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് മാറി താമസിക്കുന്നത് വഴിയിട്ട് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. അപ്പൊ നാട്ടിൻ പുറത്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ വേസ്റ്റിന്റെ കാര്യത്തിലായാലും ശരി, റിസോഴ്സസിന്റെ കാര്യത്തിലായാലും ശരി, കുറച്ചും കൂടി അവൈലബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഫ്ലാറ്റുകളിലും അങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് എന്താണ് എല്ലാത്തിനും ഭയങ്കരമായിട്ട് ആവശ്യം ഉണ്ടായിരിക്കും. ഈ വെള്ളം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഈ മലിനീകരണം പഠിച്ച ആ പുഴയിൽ നിന്നുള്ള വെള്ളമൊക്കെ എടുത്ത് ഫിൽറ്റർ ചെയ്ത് എത്ര ക്ലോറിൻ ചേർത്താലും അഴുക്ക വെള്ളം തന്നെയാണ്. അതിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നഗരവൽക്കരണം മൂലവും നമ്മുടെ പ്രകൃതി എന്താണ് നശീകരിക്കപ്പെടുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റുകൾ വയ്ക്കുന്നതും ഈ മരങ്ങളും ഇപ്പൊ നല്ലൊരു പ്രദേശത്ത് നിന്നുള്ള മരങ്ങൾ കാര്യങ്ങളെല്ലാം മുറിച്ചിട്ടായിരിക്കും അവിടെ എന്തെങ്കിലും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി എന്താണ് നമ്മുടെ പ്രകൃതി ഇങ്ങനെ നശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് എന്താണ് നമ്മുടെ ഈ ഒരു പ്രകൃതി നശീകരിക്കും. ഈ പോയിന്റ്
ക്രിയേറ്റ് ചെയ്യോ? നഗരവൽക്കരണം ക്ലിയർ ആയോടാ? ആയോടാ? ഹലോ പോയാ? ഒന്നും കൂടി പറയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നഗരവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകളൊക്കെ നഗരത്തിലേക്ക് പോകുന്നത്, അതായത് നഗരത്തിലേക്കുള്ള ആ ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈഫ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു അങ്ങനെ മാറുന്ന സമയത്ത് തന്നെ എന്താണ് ഒരാൾക്ക് താമസിക്കാൻ ഒരു വീടെന്ന് പറയുന്നത് പോലെ നഗരങ്ങളിലാണെങ്കിൽ എന്താണ് മൊത്തം അറിയാം, ഫ്ലാറ്റും കാര്യങ്ങളും അതും ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഒരു അപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു പ്രദേശത്തിനുള്ള എല്ലാ മരങ്ങളും കാര്യങ്ങളും മുറിച്ചിട്ടായിരിക്കും ആ ഒരു അപ്പാർട്ട്മെന്റ് പോലുള്ള കാര്യങ്ങൾ വെക്കുന്നത്. അപ്പൊ അങ്ങനെ വയ്ക്കുന്നത് മൂലം തന്നെ ഇപ്പൊ നഗരങ്ങളിൽ തന്നെ എന്താണ് നമുക്ക് ഒരിക്കലും നല്ല രീതിയിലുള്ള ശുദ്ധവായു പോലുള്ള കാര്യങ്ങളോ അങ്ങനെ ഒന്നും കിട്ടാനില്ല. കാരണം മരങ്ങളെല്ലാം ഇങ്ങനെ മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നഗരങ്ങളിൽ തന്നെ നമുക്ക് എന്താണ് പുഴകളോ തോടുകളോ ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സിറ്റി ലൈഫ് എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ പോകുന്ന ഇത് വഴി അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിന്റെ കംപ്ലീറ്റ് ആ ഒരു എന്താ ഒരു പരിസ്ഥിതി വളരെയധികം നശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോടാ? ഹലോ പോയാ? ക്ലിയർ ആയി. ഓക്കെ, ബാക്കിയുള്ളവർ പറയടേ. എടേ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മനസ്സിലാവുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വെച്ചാൽ വ്യവസായവൽക്കരണം. എന്താണ് ഈ വ്യവസായവൽക്കരണം? പറഞ്ഞ കേക്കട്ടെ, പറയടാ. ഈ വ്യവസായപരമായി ഈ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ യന്ത്രവൽക്കരണം എന്നൊക്കെ പറയില്ലേ, അതായത് പുതിയ പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇവരുണ്ടാക്കും. അങ്ങനെ പുതിയ പുതിയ ആരവവും ഐക്കോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരെവിടെ? സമീറ എന്ന് പറയുന്ന കുട്ടിയാണ് കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ വ്യവസായവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യന്ത്രവൽക്കരണം പോലെ തന്നെയാണ്. നമ്മുടെ പുതിയ പുതിയ വ്യവസായശാലകളും പുതിയ പുതിയ ഐറ്റംസ് എന്താണ് ഇങ്ങനെ ഡെവലപ്പായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡെവലപ്പായി വരുന്ന സമയത്ത് ഇവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറം തള്ളുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പുഴകളിലും അങ്ങനെയുള്ള നമ്മുടെ പരിസ്ഥിതികളിലായിരിക്കും, നമ്മുടെ പുഴകളിലായിരിക്കും. അപ്പൊ ഈ പുഴകളിലൊക്കെ ഈ നമ്മുടെ ഈ മാലിന്യങ്ങൾ തള്ളുന്നത് വഴി എന്താണ് നമ്മുടെ പുഴകൾക്ക് ജീവിക്കുന്ന കുറെ മൈക്രോ ഓർഗാനിസം ഉണ്ട്. അതൊക്കെ എന്താണ് നശിച്ചു പോകും, മീനുകൾ നശിച്ചു പോകും. അങ്ങനെ എന്താണ് അവിടെ ഉള്ള ആ ഒരു പരിസ്ഥിതി, അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിന്റെ അകത്ത് ജീവിക്കുന്ന ആ ഒരു പരിസ്ഥിതി കാര്യങ്ങളെല്ലാം നശിച്ചു പോകും. പിന്നെ അതേപോലെ തന്നെ ഒരു വ്യവസായശാല വരുന്ന സമയത്ത് എന്താണ് അവർ ആ ചുറ്റുമുള്ള ഏരിയയിൽ നിന്നുള്ള ആളുകളെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി താമസിക്കും. അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോഴത്തേന് എന്താണ് അവിടെ ഉള്ള ആ ഒരു ഏരിയയിലുള്ള ആ ഒരു പരിസ്ഥിതി എന്ന് പറയുന്ന സാധനം എന്താണ് വളരെ നന്നായിട്ട് നശിച്ചു പോകുന്നുണ്ട്. അല്ലെ ഇതേപോലെ തന്നെ ആ ഒരു പരിസ്ഥിതി പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ, അത് ആ ഒരു എക്കോസിസ്റ്റം, അതായത് ഇപ്പൊ പുഴകളിലോട്ട് വേസ്റ്റ് വിടുന്നത് വഴി ആ ഒരു എക്കോസിസ്റ്റം നശിക്കുന്നു. ഈ താമസ സ്ഥലങ്ങൾ, അതായത് ആളുകൾ നിൽക്കുന്ന, അതായത് ഒരു ഫാക്ടറി ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ചുറ്റും എന്താണ് വളരെയധികം ഒരു ശല്യം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ആളുകളെയൊക്കെ നമ്മൾ മാറ്റിയൊക്കെ ആക്കിയിട്ടാണ് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഉള്ള ആ ഒരു പരിസ്ഥിതി എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നുണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. നഷ്ടമാവുന്നല്ല, ലൈക്ക് ഒരു നശിച്ചു പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് മാത്രമല്ല, ഇനിയും കുറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് തപ്പിയെടുത്താൽ കിട്ടും. അപ്പൊ നമുക്ക് അതും വേണമെങ്കിലും ഉൾപ്പെടുത്താം. ഞാൻ പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പറയാൻ പറ്റുമല്ലോ, നമ്മുടെ ഈ മരങ്ങൾ മുറിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് പ്ലാസ്റ്റിക്കുകളുടെ യൂസേജും പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നതും അങ്ങനെയുള്ള നമുക്ക് എന്താണ് എൻവയോൺമെന്റിൽ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് എഴുതി പിടിപ്പിക്കാനായിട്ട് പറ്റും. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ കാണുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എഴുതി പിടിപ്പിക്കാം. നമുക്ക് എന്താണോ മനസ്സിലായത് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അതൊക്കെ നമുക്ക് എഴുതി പിടിപ്പിക്കാം. കേട്ടോടാ? ഹലോ, പിന്നെ മാർക്കും കൂടെ നോക്കിയിട്ട് വേണം എഴുതി പിടിപ്പിക്കാനായിട്ട്. ടീച്ചർ പറഞ്ഞ് എഴുതി പിടിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താണ്, ഒരിക്കലും പോയിട്ട് കാണാമോടാ? ഹലോ, കാണാമോ? 5 മാർക്കിന് എഴുതി വെക്കരുത്. ഓക്കെ ഫൈൻ. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഈ 2 ക്വസ്റ്റ്യൻസ് മനസ്സിലായോടാ? ഹലോ മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത് മൂന്നാമത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ് അബൌട്ട് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. അപ്പം നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലംസിന് വേണ്ട അവയർനെസ്, അതായത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എന്തെല്ലാം അവബോധം നമുക്ക് വരുത്താം, എന്തൊക്കെ ചെയ്യാം പറഞ്ഞേ കേക്കട്ടെ. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം പറയടാ. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. പിന്നെ എന്തൊക്കെ ചെയ്യാം?
മഴക്കുഴികൾ നിർമ്മിക്കുക. മഴക്കുഴികൾ നിർമ്മിക്കാം. പിന്നെ എന്തൊക്കെ ചെയ്യാം പറഞ്ഞേ. എൻവയോൺമെന്റൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം പറഞ്ഞേ. പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്താണ് പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഇപ്പം തന്നെ ഒത്തിരി കോർപ്പറേഷൻ സൊസൈറ്റി വഴി കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. അതായത് പ്ലാസ്റ്റിക്കിന് പ്രത്യേകമായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ ആ ഒരു സംഭവം? ഹരിതസേനല്ലേ? അതെ. അപ്പം പ്ലാസ്റ്റിക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇതായിട്ട് മാറ്റി വെക്കുക. അതേപോലെ പ്ലാസ്റ്റിക് കത്തിക്കാതെ പ്ലാസ്റ്റിക് പ്രോപ്പർ ആയിട്ട് എന്താണ് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ അടുത്ത് എന്ത് ചെയ്യാം? റോഡ് സൈഡുകളിൽ വേസ്റ്റുകൾ കളയാൻ ഓരോ ഡ്രെയിനേജ് ഒക്കെ പുഴയൊക്കെയല്ലേ, അതൊക്കെ ഒഴിവാക്കാം. അതൊക്കെ ഒഴിവാക്കാം. നെക്സ്റ്റ് പറഞ്ഞേ. റോഡിൽ പ്ലാസ്റ്റിക്കുകളൊക്കെ ഈ കളയാനൊരു പാത്രങ്ങള് ഓക്കെ. ഗൾഫിലെ പോലെ മനസ്സിലായി. അതേപോലെ പിന്നെ സ്കൂളുകളിലും അതേപോലെ തന്നെ എന്താണ് നമുക്ക് കോളേജുകളിലും ഒരു അവബോധ ക്ലാസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ നമുക്ക് സംഘടിപ്പിച്ചിട്ട് എന്താണ് ഇനിയുള്ള നമ്മുടെ ജനറേഷനിലെ ആളുകളെങ്കിലും എന്താണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്താണ് മുതിർന്ന പൗരന്മാർക്കും, അതായത് മുതിർന്ന പൗരന്മാർക്കും ആളുകൾക്ക് എല്ലാവർക്കും കൂടി എന്താണ് ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമുക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, നോട്ടീസ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു, പ്ലാസ്റ്റിക് ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ എന്താണ് പുറത്ത് പ്ലാസ്റ്റിക്കിന്റെ ഓരോ ബോക്സ് ആക്കി വെച്ചിട്ട് ഇവിടെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എന്താണ് നമ്മുടെ ഈ ഒരു പരിസ്ഥിതി ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. ഇത് കറക്റ്റ് നോട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഗ്രൂപ്പിലായിടും. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഈ നോട്ട് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോടെ? അവയർനെസ് അബൌട്ട് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് മനസ്സിലായോ മക്കളെ? ഹലോ, ക്ലിയർ ആയില്ലേടാ? മനസ്സിലായി. ഓക്കെ. സമീറ പോയോ? ഓക്കെ. ഇംഗ്ലീഷ് നോട്ട്സ് ഇടുവോ? ഇംഗ്ലീഷ് നോട്ട്സോ? പരിഹരിക്കാം. നെക്സ്റ്റ് ക്ലാസ് ഞാനാണെങ്കിൽ നമുക്ക് നോക്കാടാ. അതെ, ടെക്സ്റ്റ് ഇല്ലാത്ത കാരണം സാറ് ഇംഗ്ലീഷ് സ്ക്രീൻ ഷെയർ അത് എഴുതിയിരിക്കുന്നത് പതിവേ. എന്തുവാടാ? ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ടേ സാർ ഇംഗ്ലീഷ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഇംഗ്ലീഷ് നോട്ടാണ്, അപ്പൊ അത് എഴുതിയിരിക്കാറാണ് പതിവേ. അതാ ചോദിച്ചത്. ഓക്കേടാ, ഓക്കെ. നമുക്ക് നോക്കാടാ, നമുക്ക് നോക്കാം കേട്ടോ. ഏത് മൊഡ്യൂളിൽ നിന്നാണ് ഇട്ടെന്ന് പറയാൻ പറ്റുമോ? 5ാമത്തെ മൊഡ്യൂൾ എന്തോ 5ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. 5ാമത്തെ മൊഡ്യൂൾ ആട്ടോടോ. അല്ലേടാ? അതെ, 5ാമത്തെ മൊഡ്യൂളാണ്. 5ാമത്തെ മൊഡ്യൂൾ അല്ലേ? 5ാമത്തെ മൊഡ്യൂൾ, 23ാമത്തെ പാഠം. 23ാമത്തെ ചാപ്റ്റർ ആണ്. 5ാമത്തെ മൊഡ്യൂൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് സബ്സ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 4ാമത്തെ പോയിന്റിലോട്ട് പോയി. എന്തുവാണ് ഈ സബ്സ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? എന്തുവാണ് ഈ സുസ്ഥിര വികസനം? പറഞ്ഞ കേക്കട്ടെ. എന്തുവാണ് ഈ സുസ്ഥിര വികസനം? ഹലോ, അറിയില്ല. ഓക്കെ. സസിത പ്രവീണോ? എടാ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോടാ. ഓക്കെ, ഫൈൻ. അപ്പം സബ്സ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് പ്രകൃതിക്കും എന്താണ് അതേപോലെ തന്നെ പ്രകൃതിക്കും യാതൊരു തരത്തിലും മലിനീകരണം സംഭവിക്കാതെ നമ്മുടെ മനുഷ്യന്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂല, നമുക്ക് വികസനം നടക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മുടെ സബ്സ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു സംഭവം ചെയ്യുമ്പോഴത്തേന് എന്താണ് പ്രകൃതിക്ക് അതൊരിക്കലും എന്താണ് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കില്ല, പ്രകൃതി നശിക്കില്ല. പക്ഷെ മറിച്ച് എന്താണ് നമ്മുടെ വികസനം ഉണ്ടാവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ സബ്സ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനങ്ങൾ മാറും. അപ്പൊ നമുക്ക് വികസനം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എന്താ ഉണ്ടാവുന്നത്? പ്രകൃതി എന്താണ് ഒരിക്കലും നശിക്കത്തില്ല. ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോടാ? ഓക്കെ. രണ്ടു കൂട്ടർക്കും പ്രശ്നമല്ല. പ്രകൃതി നശിക്കത്തുമില്ല, മനുഷ്യന് വികസനം കിട്ടുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് പറയുമ്പോ ഓക്കെ,
നാഷണൽ ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ് ഓഫ് പ്രൊട്ടക്ടിങ് ദി എൻവയോൺമെന്റ്. അതായത് നമ്മുടെ നാഷണൽ ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് നാഷണൽ ആയിട്ടും ഇന്റർനാഷണൽ തലത്തിലും ദേശീയ തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നാമതെന്ന് പറയുമ്പോൾ നമ്മൾ പാറ പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് നിയന്ത്രിച്ചു. അതായത് നമുക്കറിയാലോ, അതായത് കോറികളിൽ പാറ പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നിരോധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കേൾക്കാമോടാ? യെസ്. അപ്പൊ നമ്മുടെ വനനശീകരണം നിയന്ത്രിച്ചിട്ടുണ്ട്. വനനശീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ മരങ്ങൾ മുറിക്കത്തില്ല, അതായത് വനങ്ങളിൽ പോയിട്ട് മരങ്ങൾ കാര്യങ്ങളെല്ലാം മുറിക്കുന്ന കാര്യങ്ങളെല്ലാം നിരോധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നേരത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് പ്ലാസ്റ്റിക് എന്താണ് പുറത്ത് വലിച്ചെറിയാതെ അതിൻ്റെതായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് അതിനെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നോക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ റൂളും ഉണ്ട്, പബ്ലിക്കായിട്ട് വേസ്റ്റോ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കോ നമ്മൾ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പിഴയും ശിക്ഷയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇപ്പൊ പാസ്സാക്കിയിട്ടുണ്ട് സംഭവം. അതൊക്കെ എന്താണ് നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ മണൽ ഖനനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഴകളിൽ നിന്നെല്ലാം മണൽ എടുക്കുന്ന ആ ഒരു സംഭവത്തെ എന്ത് ചെയ്ത് നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ നാഷണലും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ട് തലത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു പാറ പൊട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം നിരോധിച്ചിട്ടുണ്ട്. വനനശീകരണം എല്ലാം നിയന്ത്രിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വനങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഈ മരങ്ങൾ കാര്യങ്ങൾ മുറിക്കുന്നതും അപ്പൊ അതൊക്കെ എന്താണ്. പിന്നെ അതേപോലെ തന്നെ മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കുന്നതും, അതായത് ഇപ്പൊ ആനക്കൊമ്പിന് വേണ്ടിയിട്ട് ആനകളെയൊക്കെ കൊന്നിട്ട് കൊമ്പൊക്കെ എടുത്തിട്ട് പോകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും തുടങ്ങിയ കാര്യങ്ങളും മണൽ ഖനനവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് നിയന്ത്രിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായോടാ? ഹലോ, ആരോ പാട്ട് വെച്ചിരിക്കണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. എക്സ്റ്റേണൽ ശബ്ദം ഉണ്ടല്ലേ? എക്സാമിന് വരുന്ന മൊഡ്യൂൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പറഞ്ഞുതരാം കേട്ടോ. പാട്ട് കേൾക്കുന്നുണ്ടല്ലേ? ആ പാട്ട് എവിടെയാ? അവിടെയാണോ? അത് ഇവിടെ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഏരിയയിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത്. അപ്പം ഇവിടെ എല്ലാ ദിവസവും ഉത്സവമാണ്. ഒരു ദിവസം ഉത്സവം ഇല്ലാതില്ല, എല്ലാ ദിവസവും ഉത്സവം വെക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സംഭവം കൂടെയാണ്. ഞാൻ നിങ്ങൾ ഈ ചോദിച്ചതിനൊക്കെ ആൻസർ തരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് എന്താ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ടീച്ചർ, അത് നമുക്കിപ്പം കുറെ ക്വസ്റ്റ്യൻസിന്റെ ഇത് വൺ വേ ക്വസ്റ്റ്യന്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ പഠിക്കണമല്ലോ അല്ലെ? അതിന്ന് അതിന്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ NIOSന്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യനും കൂടെ എടുത്തിടും. പക്ഷെ നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാനായിട്ട് ഞാൻ മാക്സിമം നോക്കും. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറയാതെ വരുന്ന സംഭവം ഞാൻ അതൊന്നും കൂടി പറഞ്ഞുതരും. അപ്പൊ അങ്ങനെ പോവാം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കും, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും പഠിക്കും. അതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്തിന് ഹെൽപ്പ് ആവും കേട്ടോ. വൺ വേർഡിന്റെ കാര്യമൊക്കെ സാറ് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പേടിക്കണ്ട. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്താണ് നമ്മുടെ പൊല്യൂഷനുമായി, അതായത് ഈ പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ മെഷർമെന്റ് ആണ് എടുത്തത് എന്നാണ്. ഇന്ത്യൻ ഗവൺമെന്റ് എന്തൊക്കെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോ ഒന്നാമത് നമുക്ക് പരിസ്ഥിതി കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് പരിസ്ഥിതി നശീകരണവുമായി ബന്ധപ്പെട്ട് കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു കോടതികളിൽ പരിസ്ഥിതി മലിനീകരണവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാത്രമേ പോകുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ പൊന്മുടി ആ ഒരു ഭാഗത്ത് അവിടെയായിരുന്നു എന്റെ വീട്.
അകത്ത് കാടന്മാരെന്ന് പറഞ്ഞതുണ്ട്. അതായത് ആ ഒരു കാടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പൊ അവിടെ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, പ്രകൃതി എന്നുള്ള നമ്മളെ ഹണി, പ്യൂർ ഹണി തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് കൊണ്ടുവന്ന് വിൽക്കും. അപ്പൊ അത് കൊണ്ടുവരുമ്പോഴത്തേന് അവിടെയുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെയുള്ള അവര് വാങ്ങിച്ചിട്ട് ബാക്കി എല്ലാവർക്കും വിൽക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. സംഭവമൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പനയും കാര്യങ്ങളൊക്കെ നടത്തുന്നതൊക്കെ എന്താണ്, നമ്മുടെ പ്രകൃതിയെ ആ ഒരു പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ കീടനാശിനികളുടെ ഉപയോഗം, കാരണം നമ്മള് രാസ കീടനാശിനികൾക്ക് പകരം ഇപ്പൊ നമ്മൾ ജൈവ കീടനാശിനികളാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്, കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാർജ്ജനം കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്കറിയാം, അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോ മുനിസിപ്പാലിറ്റീസ് വഴി നമുക്ക് വീട്ടിൽ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാസ്റ്റിക് എല്ലാം കളക്ട് ചെയ്തിട്ട് പോകും. പ്ലാസ്റ്റിക് ഒന്നും പുറത്ത് വലിച്ചെറിയുന്ന എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റ് ഉണ്ട്, അതിന് പിഴയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നദികളുടെ സംരക്ഷണം, നമുക്കറിയാം ഇപ്പം തന്നെ കുറെ നദികൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആളുകൾ ഇറങ്ങിയിട്ട് കുപ്പിയും സാധനങ്ങളെല്ലാം മാറ്റി നദികളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആ നദികളുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അടുത്ത് വരുന്നത് വീണ്ടും പ്ലാസ്റ്റിക് നിരോധനവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ എന്താണ്, ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാല് ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റും അന്തർദേശീയ തലത്തിലും അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റും ഒക്കെ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുക. കാരണം പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. പ്രകൃതി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യന് ഇനി തുടർന്ന് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതിക്ക് എന്താണ്, നമുക്ക് പ്രകൃതിയുമായി ചേർന്നിട്ടുള്ള ഉൽപ്പന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ മാക്സിമം പ്രകൃതിയെ സംരക്ഷിക്കുക. ഇപ്പം ഒരു മരം മുറിക്കുന്ന സമയത്ത് ഒരു 5-6 മരം എന്താണ് ആ സമയത്തേന് നട്ടുപിടിപ്പിക്കുക. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ EMS നഗർ എന്ന് പറയുന്ന നഗരമുണ്ട്. അതായത് ഒരു കോളനി പോലെ. ആ കോളനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവനും മരങ്ങളാണ്. ഒരു വീടിന് ചുറ്റും മരങ്ങളാണ്. അതൊരു അപ്പാർട്ട്മെന്റ് പോലെയാണെങ്കിലും അതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് അവരുടെയൊക്കെ ഓണേഴ്സിന്റെ ഒക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേന് ഈ ഒരു ആളുകൾക്കിടയിൽ പ്രകൃതി സ്നേഹം എന്ന് പറയുന്ന സംഭവം ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഇതിനകത്ത് വരുന്നത്. ഇതുവരെ പറഞ്ഞത് മനസ്സിലായോടാ? ഹലോ, ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുമ്പോൾ ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, അതായത് പരിസ്ഥിതി നശീകരണം. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, നമ്മുടെ എൻവയോൺമെന്റ് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തോന്നൊക്കെയാണെന്നാണ്. മൂന്നാമത്തെ ടോപ്പിക് എന്തോന്നാണ്, നമ്മുടെ അവയർനെസ്, നമുക്ക് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതേപോലെ തന്നെ നമ്മൾ അവെയർ ആക്കാനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഇതിലില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുക. എന്നിട്ട് എക്സാം സമയത്ത് ആ നോട്ടും കൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോഴത്തേന് ഇപ്പൊ തന്നെ പഠിച്ചു പോവുക, പിന്നീട് മാറ്റി വെക്കും. പിന്നെ അടുത്തുള്ളതെന്ന് പറയുമ്പോൾ നാലാമത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്തോന്നാണെന്ന് വെച്ചാൽ രണ്ടു കൂട്ടർക്കും ഒരു പ്രശ്നമില്ല, പ്രകൃതി നശിക്കുന്നുമില്ല, പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, വികസനം കിട്ടുന്നുമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ് ഓഫ് പ്രൊട്ടക്ടിങ് എൻവയോൺമെന്റ്, അതായത് എൻവയോൺമെന്റിനെ പൊട്ടിക്കാനായിട്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ മെഷേഴ്സ് ആണ്, ഗവൺമെന്റ് എടുത്ത മെഷേഴ്സ്, നമ്മുടെ ഈ ഒരു പ്രകൃതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്തൊക്കെ മെഷേഴ്സ് ആണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യങ്ങളൂടെയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായോ? ഞാൻ പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓ, നല്ല ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ, പക്കയാണല്ലോ. അപ്പൊ ചോദ്യം ചോദിക്കട്ടെ? ഞാൻ ചോദ്യം ചോദിക്കാം. അതൊന്നില്ല ആ പരിപാടി ഇല്ല കേട്ടാ. ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഒരു പരിപാടിയില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഉള്ളു അടുത്ത കാര്യം, പിന്നെ അല്ല. പോയി കുഴപ്പമില്ലടാ, അതൊന്നും അല്ല. ഇതിനെ ഞാൻ ചോദിക്കത്തില്ല. നിങ്ങൾക്കറിയാം നമ്മളിപ്പോ പഠിച്ചല്ലേ, പേടിക്കണ്ട. ഇതിനകത്തുള്ളതൊക്കെ ഞാൻ ചോദിക്കത്തുള്ളൂ, പിന്നല്ല. നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാന്നുള്ള അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറഞ്ഞു പോയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കൂടാ? ഇനി എക്സാമിനൊക്കെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കും? ഓക്കെ, ഫസ്റ്റ് എന്തോന്നാണ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ? എന്തോന്നാണ് പരിസ്ഥിതി മലിനീകരണം? പറഞ്ഞേ കേക്കട്ടെ. പറ, എന്തോന്നാണ് പരിസ്ഥിതി മലിനീകരണം? പറ. പേരൊക്കെ ഉണ്ടോ? പേര് വിളിക്കണോ? വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തോന്നാണ്? നിങ്ങൾക്ക് പറഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. നിങ്ങൾ പറയും, നിങ്ങൾ പറഞ്ഞു നോക്ക്. നിങ്ങൾ പറഞ്ഞാൽ എക്സാമിന് നിങ്ങളാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയണ്ടേ? പറഞ്ഞേ,
എന്തോന്നാണ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ? പറഞ്ഞേ. പരിസ്ഥിതി നശീകരണം എങ്ങനെയൊക്കെയാണ് പരിസ്ഥിതി നശിക്കുന്നത്? പറഞ്ഞേ. പരിസ്ഥിതിയുടെ നാശത്തിന് കാരണമാകുന്ന ഇടപെടലുകളാണ് പരിസ്ഥിതി മലിനീകരണം. ഓക്കെ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പരിസ്ഥിതി മലിനീകരണപ്പെടുന്നത്? പറഞ്ഞേ. ജലമലിനീകരണം. ഓക്കെ, ജലമലിനീകരണം. പിന്നെ കൂടുതൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ് അത് ഉണ്ടാക്കുന്നത്. മണ്ണ്, വായു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആളുകൾ കൂടുതലായിട്ട് നമ്മുടെ എൻവയോൺമെന്റിൽ എങ്ങനെ ജലപ്പെരുപ്പം. ഓക്കെ, ജനപ്പെരുപ്പം. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ ഓക്കെ ഫൈൻ. എന്തൊക്കെയാണ് നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്? പറഞ്ഞേ. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മുടെ എൻവയോൺമെന്റ് സഹിക്കുന്നത്? പറഞ്ഞേ. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ. പിന്നെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ. പറഞ്ഞേ. നെക്സ്റ്റ്. വനനശീകരണം. ഓക്കെ, വനനശീകരണം. നഗരവൽക്കരണം. ഓക്കെ, നഗരവൽക്കരണം. പിന്നെ നമുക്ക് എന്താ പറയാം? ഭൂമിയുടെയും ജലത്തിന്റെയും മലിനീകരണം. ഓക്കെ, ഭൂമിയുടെ ജലത്തിന്റെയും അവയർനം. ഓക്കെ. എന്തോന്നാണ് നമ്മുടെ അവയർനെസ്? നമുക്ക് എങ്ങനെയൊക്കെ അവയർനെസ് കൊടുക്കാം നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലംസ്? അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം? നമുക്ക് എന്തെല്ലാം അവയർനെസ് എങ്ങനെയൊക്കെ കൊടുക്കാം? പറഞ്ഞു കേക്കട്ടെ. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം അവബോധം ആളുകൾക്ക് കൊടുക്കാം, അവയർനെസ് കൊടുക്കാം? എങ്ങനെ കൊടുക്കാം? നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും എന്ത് ചെയ്യാൻ പറ്റും? ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്താണ് മുതിർന്ന പൗരന്മാർക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. പരിസ്ഥിതി പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഇടേണ്ട സ്ഥലത്ത് തന്നെ ഇടാം. പിന്നെ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് ആളുകൾക്ക് ഒരു അവബോധം കൊടുക്കാം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, നമുക്ക് ഇങ്ങനെയൊക്കെ പ്രകൃതി നമുക്ക് സംരക്ഷിക്കേണ്ടതാണെന്നുള്ള ഒരു ഇത് കൊടുക്കാം. ഇനി അടുത്ത് നെക്സ്റ്റ് എന്തോന്നാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? പറഞ്ഞേ കേക്കട്ടെ. സുസ്ഥിര വികസനം എന്തോന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? പറഞ്ഞേ. പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷമില്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ്, വികസനം. ഗുഡ്. ഓക്കെ, അതാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി അടുത്ത് എന്തൊക്കെയാണ് നമ്മുടെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞേ കേക്കട്ടെ. പാറ പൊട്ടിക്കലൊക്കെ നിയന്ത്രിക്കുക. ഗുഡ്. പാറ പൊട്ടിക്കലൊക്കെ നിയന്ത്രിക്കുക. പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ നിയന്ത്രണം. ഗുഡ്. പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിനെ നിയന്ത്രിക്കുന്നു. പിന്നെ മണലൊക്കെ വനനശീകരണത്തിനുള്ള നിയന്ത്രണം. മണലിന്റെതും അതേപോലെ തന്നെ വനനശീകരണത്തിന്റെതും. ഓക്കെ ഫൈൻ, ഗുഡ്. ഇനി അടുത്ത നെക്സ്റ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ എന്തൊക്കെ മെഷേഴ്സ്മെന്റ് ഒക്കെയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്? നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മെഷേഴ്സ് ഒക്കെയാണ് അവർ ഗവൺമെന്റ് സ്വീകരിച്ചത്? പറഞ്ഞേ. പിന്നെ പ്ലാസ്റ്റിക് നിയന്ത്രണം. പ്ലാസ്റ്റിക് ഒക്കെ പരിസ്ഥിതി കോടതി. ഗുഡ്. പരിസ്ഥിതി കോടതികൾ സ്ഥാപിച്ചു. പിന്നെ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങള്. ഓക്കെ. പ്രകൃതി സൗകര്യ ഉൽപ്പന്നങ്ങൾ. അത് നെക്സ്റ്റ്. കീടനാശിനിയുടെ നിയന്ത്രണം. ഗുഡ്. കീടനാശിനിയൊക്കെ നിയന്ത്രിച്ചു. പിന്നെ ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് പ്രീവിയസ് എന്തുവാടാ? 1-2 പോയിന്റ് പറഞ്ഞോട്ടെ. പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യാവസായികമായിട്ടുള്ള പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നു. പിന്നെ ഈ പാറ പൊട്ടിക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജിയോളജി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അതിന് അവർ വഴി അതിന്റെ ലൈസൻസ് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പഞ്ചായത്തുകളിൽ പല അതോറിറ്റികളും പിന്നെ മലിനീകരണം ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഗവൺമെന്റിന്റെ പല തട്ടുകളിലായിട്ട് പല സംവിധാനങ്ങൾ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പേപ്പറിന്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ഉപയോഗം വരുമ്പോൾ മരങ്ങളുടെ നശീകരണം വരുന്നുണ്ട്. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിന് പകരം മറ്റുള്ള സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളും മറ്റു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ സ്ഥാപിച്ചു. എത്രയ്ക്കാണ്? എന്തുവാടാ പേര്? റിയാസ്. ഓക്കെ. വിയാസ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ.
ഇതൊക്കെ നല്ല പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പോയിന്റ്സ് പറയണം. ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ പല പല കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. വ്യാസ് പറഞ്ഞ പോയിന്റ്സ് ജസ്റ്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കിട്ടാത്ത ആളുകൾക്ക് വ്യാസിന്റെ അടുത്ത് മെസ്സേജ് ഇട്ടാൽ മതി, പുള്ളിക്കാരൻ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, താങ്ക് യു വ്യാസ്. ശരി, അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കേടാ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് NIOSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. കുറെ വർഷത്തെ പൊളിറ്റിക്കൽ സയൻസിന്റെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഞാൻ അതിൽ നിന്നും എന്താണ് പ്രധാനപ്പെട്ട, അതായത് ഈ രണ്ട് ക്വസ്റ്റിനെ കുറെ നമ്മൾ തപ്പിയപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എന്തൊക്കെ എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തതെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ ആയിട്ടുള്ള ലെവലില് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തത്. രണ്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതാനായിട്ട് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ നമ്മുടെ നോട്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. കേട്ടോടാ, നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അത്. മനസ്സിലായോ? ഹലോ, ഓക്കെ. ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ ജസ്റ്റ് എഴുതി നോക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് എഴുതി നോക്കുക. ഇത് രണ്ട് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഈ അവസാനത്തെ ഇതിലെ സ്ലൈഡിൽ നിന്ന് ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളത്. ഒന്ന് ഇതും ഒന്നാമത്തത് എന്തുവാ ഒന്നിതും പിന്നെ ഒന്ന്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഞാനിവിടെ പോയിന്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിലല്ല, നിങ്ങൾ നല്ല എക്സാമിന് എഴുതുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. ഇന്ന് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോടെ? ഹലോ, മനസ്സിലായല്ലേ? ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ചോദിച്ചോ. ചോദിക്കോ. നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ എന്ത് വേണോ പറയാം, ഒരു കുഴപ്പമില്ല. സൂപ്പർ, താങ്ക് യുടാ.